തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് നടക്കുകയാണ്. പമ്പാ തീരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പയിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർണ്ണമായിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം 3 സെഷനുകളിലായി ചർച്ചകൾ നടക്കും. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ലധികം പേർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രജിത് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രജിത്, ഏറെ വിവാദങ്ങൾക്ക് ഒടുവിലാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ BJPയുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു. നിരവധി ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ ഒക്കെ വന്നു. പക്ഷേ അതിന് പിന്നാലിതാ സംഗമം നടക്കാൻ പോവുകയാണ്. സർക്കാർ പ്രതീക്ഷിച്ച പോലെ അത്ര കണ്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? ഒപ്പം സംഗമവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. ആഗോള അയ്യപ്പ സംഗമം നമുക്കറിയാം 3000-ലധികം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനെതിരെ നിരവധി സംഘടനകളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ UDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എങ്കിൽ തന്നെയും വളരെ സജീവമായ ഒരു സംഗമം സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ഉള്ളത്. ശബരിമലയിൽ കൂടുതൽ പമ്പയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സംഗമത്തിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ശബരിമലയുടെ സമഗ്ര വികസനം തന്നെയാണെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 355 കോടി രൂപയുടെ 4 പദ്ധതികളാണ് പ്രധാനമായും ശബരിമലയിൽ ഇവർ നടപ്പാക്കാൻ തയ്യാറെടുക്കുന്നത്. ആ പദ്ധതികളൊക്കെയും തന്നെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് ഇതിന് വേണ്ട സാമ്പത്തിക സഹകരണങ്ങൾ അടക്കം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയെ സമ്പൂർണ്ണമായും ഹരിത തീർത്ഥാടന കേന്ദ്രമാക്കുക എന്നതും ഒപ്പം തന്നെ ഹിൽടോപ്പിൽ നിന്ന് പമ്പയിലേക്ക് അടക്കം പാത നിർമ്മിക്കുന്ന അടക്കം ഹിൽടോപ്പിലേക്ക് ഗ്രൗണ്ടിൽ നിന്നും ഗണപതി കോവിലിന്റെ ഭാഗത്തേക്കുള്ള ഒരു സുരക്ഷാ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഒപ്പം തന്നെ ശബരിമല തിരുമുറ്റം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ വികസനം, അത് പ്രധാനമായും ഈ പ്രസാദ മണ്ഡപവും ഒപ്പം തന്നെ തന്ത്രി മേൽശാന്തി എന്നിവയുടെ മഠങ്ങൾ ഒപ്പം തന്നെ തിരുമുറ്റം എന്നിവയുടെ വികസനം, പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ ഇവയുടെ വികസനമാണ് പ്രധാനമായും രണ്ടാമതായി ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് നിലയ്ക്കലിലെ അടിസ്ഥാന സൗകര്യ വികസനം കൂടിയാണ്. അത് സുരക്ഷാ ഇടനാഴി അടക്കം ഉള്ളവ ആണ് അവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ 2-3 കാര്യങ്ങൾ, ആകെ 355 കോടി രൂപയുടെ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഒരു സമഗ്രമായ ഒരു വിശദീകരണവും ഒപ്പം തന്നെ ഇതിന് സാമ്പത്തിക സഹായമടക്കം അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ചയാവുക. അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ 3 സെഷനുകളിലായിട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ആ 3 സെഷനുകളായി നടക്കുന്ന ചർച്ചയിലായിരിക്കും ഇക്കാര്യങ്ങളൊക്കെയും ആവുക എന്നാണ് പ്രധാനമായും പറയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവനായിരിക്കും ഇതിന്റെ അധ്യക്ഷനായി വരിക. അത്തരത്തിൽ ഉദ്ഘാടന സംഗമം തന്നെ 9:30 നടക്കുന്നതാണ്. നമുക്കിപ്പോൾ രജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് സർക്കാർ വലിയ സംഗമമായി ഉദ്ദേശിച്ച പദ്ധതിയാണിത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പ്രതിനിധികളല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊന്നും തന്നെ എത്തുന്നില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു വലിയ സംഗമമായി ഇത് മാറ്റാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്കാണോ പോകുന്നത്? നേരത്തെ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗമത്തിലാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ തന്നെയും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഒപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ, അല്ലെ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചതുപോലെ ഈ സംഗമം വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 3000-ലധികം പ്രതിനിധികളെ നേരത്തെ തന്നെ, ഇതിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ നേരത്തെ തന്നെ ശബരിമല പോർട്ടൽ വഴിയാണ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നത്. ആ ബുക്കിംഗിൽ സ്ക്രൂട്ടണിയും ഒക്കെ കഴിഞ്ഞ് 3000-ലധികം പ്രതിനിധികൾ എന്തായാലും ഉണ്ടാകും. അതിൽ തന്നെ ഈ പറയുന്ന വിശിഷ്ട വ്യക്തികൾ ആരൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ തന്നെയും
പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം സാമുദായിക സംഘടനകളുടെ അടക്കം സപ്പോർട്ട് ഈ ഒരു സംഗമത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി സംഗമം വിജയിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോഴും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ സംഗമം ആരംഭിച്ചതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ നമുക്ക് ഇതിൽ വിശിഷ്ട വ്യക്തികളായി പങ്കെടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. എന്തുതന്നെയായാലും സംഗമം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നത് വളരെ വിശാലമായ 7000 സ്ക്വയർ ഫീറ്റ് അടിയിലും കൂടുതൽ ഉള്ള ഒരു പന്തൽ ഉൾപ്പെടെ വളരെ വിശാലമായ രീതിയിലാണ് ഇവിടെ വേദി അടക്കം തയ്യാറായിരിക്കുന്നത്. എന്തുതന്നെയായാലും വരും മണിക്കൂറുകളിൽ 9:30-ക്കാണ് ഉദ്ഘാടന യോഗം നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. നിലവിൽ ഈ സംഗമം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പമ്പയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം എത്തി ഇവിടെ ഇതിന്റെ വിലയിരുത്തൽ അടക്കം നടത്തിയിട്ടുണ്ട്. എന്ന് തന്നെയായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ പമ്പയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്.